രാമ 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 ലോകാഭിരാമ ഭൂമി ബാലശ്രേഷ്ഠ ഭാരതം ശ്രേഷ്ഠ ഭാരതം. ശ്രേഷ്ഠ ഭാരതത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ശ്രേഷ്ഠ ഭാരതം 15ാം എപ്പിസോഡിലേക്ക് കടക്കുമ്പോൾ ശ്രീരാമനും പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സീതാ സ്വയംവരം രാമായണത്തിലെ അതിപ്രധാനമായൊരു വഴിത്തിരിവാണ്. ആ വഴിത്തിരിവിലേക്ക് പ്രേക്ഷകരെ ആനയിക്കുകയാണ് ശ്രേഷ്ഠ ഭാരതം. രാമായണം എന്ന ശ്രീരാമ സഞ്ചാരത്തിലൂടെയുള്ള ഒരു സമാന്തര സഞ്ചാരമാണ് ശ്രേഷ്ഠ ഭാരതം. ആ സഞ്ചാരത്തിലേക്ക് പ്രേക്ഷകരെ ഒരിക്കൽ കൂടി ക്ഷണിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ആദ്യം ആചാര്യവന്ദനം. നമുക്ക് സ്വാഗതം ചെയ്യാം MG ശശിഭൂഷൺ സർ. സ്വാഗതം സർ. ശ്രീ കാവാലം ശ്രീകുമാർ സർ. സ്വാഗതം സർ. ശ്രീ രാഹുൽ ഈശ്വർ. ഭ്രമിക്കുന്നതും തഥാ. സീതയുടെ കല്യാണമാണ് ജനകനാണ് തീരുമാനിച്ചത്. എങ്ങനെയാണ് രാമൻ വന്നത് അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഒരുപക്ഷെ രാമായണം ഒരുപാട് കാര്യങ്ങളുടെ ഒരു സംഗ്രഹമാണ്. ഇത് രാമൻ അയോധ്യയിലെ സൂര്യവംശകുമാരൻ. വാണിയിടുക നാരദം എന്നുട നാവു തന്മേൽ വാണിമാതാവേ. തീയിൽ പുക പോലെ ജലത്തിൽ നുര പോലെ സർവത്തിലും നിറഞ്ഞ നിന്റെ മായാവൈഭവം. ദാഹവും വിശപ്പുമുണ്ടാകാതെ ഇരിപ്പാനായി മൽഗുരുനാഥൻ അനേകാന്തേവാസികളോടും ഉൾക്കുരുന്നിങ്കൽ വാഴുക. ആര് ഉൾക്കുരുന്നിൽ വാഴണം എന്നാണ് എഴുത്തച്ഛൻ പ്രാർത്ഥിക്കുന്നത്. ചന്ദ്രികാമന്ദസ്മിത സുന്ദരാനനപൂർണം നമുക്കറിയാൻ മേലത്തും പറഞ്ഞ കുട്ടികളാണ് പലരും. കീർത്തിച്ചിടുന്നതീ ശ്രേഷ്ഠമാം ഭാരതേ, കീർത്തിച്ചിടുന്നതീ ശ്രേഷ്ഠമാം ഭാരതേ, ശ്രേഷ്ഠ ഭാരതം. ദിവാദ മത്സരം നിയന്ത്രിക്കാൻ ഇന്ന് നമ്മൾ തെരഞ്ഞെടുത്തത് ശ്രീ രാഹുൽ ഈശ്വർ. മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് സംവാദം, വാദവും പ്രതിവാദവും. ആ രീതിയിൽ ദ്വിവാദം ഇവിടെ അവതരിപ്പിക്കാൻ നമ്മളോടൊപ്പം എത്തുകയാണ് നമ്മുടെ സ്കൂളിലെ വളരെ മിടുക്കികളായ കുട്ടി. നിങ്ങളുടെ പേര്? എൻ്റെ പേര് ആർദ്ര. ടീമേ, നിങ്ങളുടെ സ്കൂൾ? അമൃത വിദ്യാലയം ചെറുതുരുത്തി. എൻ്റെ പേര് മാളവിക. എൻ്റെ പേര് അമൃത ജ്യോതിഷ്, GVHS. എൻ്റെ പേര് അശ്വിനി MR നായർ, GVHS. അപ്പം നിങ്ങളുടെ എന്താ ടോപ്പിക്? എന്ത് ടോപ്പിക് പറയുമ്പോഴും സംസാരിക്കുമ്പോഴും കുറച്ച് കൺവിക്ഷനോടെ ഉറപ്പോടെ സംസാരിക്കും. ഫൈൻ. ടോപ്പിക്: അവരെ നിഗ്രഹിച്ചു യാഗത്തെ രക്ഷിപ്പാനായി അവനീപതേ രാമദേവനെ അയക്കേണം. വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരെ യാഗരക്ഷയ്ക്ക് വനത്തിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ കുട്ടികളായ അവരെ കൊണ്ടുപോകുന്നതിൽ ശരിയാണോ തെറ്റാണോ? ശ്രീരാമൻ അവതാര പുരുഷനാണ്. അതുകൊണ്ട് തന്നെ ഭൂമിക്ക് ഭാരമായി തീരുന്ന രാക്ഷസന്മാരെ നിഗ്രഹിക്കുക എന്നതാണ് ശ്രീരാമന്റെ കർത്തവ്യം. അതുകൊണ്ട് തന്നെ വിശ്വാമിത്രൻ യാഗരക്ഷയ്ക്ക് ശ്രീരാമ ലക്ഷ്മണന്മാരെ കൊണ്ടുപോയത് തികച്ചും ഉചിതമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. വെരി നൈസ്, വെരി നൈസ്. വളരെ നല്ലൊരു വാദമാണ് വെച്ചത്. ശ്രീരാമൻ അവതാര പുരുഷനാണ് എന്ന വാദം തന്നെയാണ് അവർ വെച്ചത്. എന്താണ് നിങ്ങളുടെ മറുവാദം? ശ്രീരാമൻ അവതാര പുരുഷനാണെങ്കിലും അവർ കൗമാരം തികഞ്ഞിട്ടില്ലാത്ത കുട്ടികളായിരുന്നു. മാത്രമല്ല ഇവരെ ഇങ്ങനെ സാഹസങ്ങളിലേക്ക് നയിക്കുമ്പോൾ മറ്റ് സാധാരണ മനുഷ്യർ ഇത് കണ്ട് അതിലേക്ക് ചാടി പുറപ്പെടുവാൻ സാധ്യതയുണ്ട്. അത് അവരെ അപകടങ്ങളിലേക്ക് വരെ നയിക്കാനും
അവരെ അത് പ്രായപൂർത്തിയാകാത്ത അല്ലേ കുട്ടികളായുണ്ട്. ഓക്കെ, പറയുകയുണ്ടായി ചെറിയ കുട്ടികളാണ് കൊണ്ടുപോകുന്നത്. പക്ഷേ കുട്ടികൾക്കും അങ്ങനെ സാഹസികതയ്ക്കും വീര്യത്തിനും അവസരം കിട്ടുന്നത് നല്ലതല്ലേ? അവസരം കിട്ടുന്നത് നല്ലതാണ്. അപ്പോൾ 3-4 വർഷങ്ങൾ കാത്തിരിക്കുന്നതിൽ വലിയ വിഷമമൊന്നുമില്ലല്ലോ. സിറ്റുവേഷൻ അങ്ങനെ അല്ലല്ലോ. എത്രയോ അവരുടെ യാഗം മുടങ്ങുകയാണ്. വിശ്വാമിത്രൻ ത്രൈലോക്യ ജ്ഞാനിയാണ്. അപ്പോൾ വിശ്വാമിത്രന് ഈ രാക്ഷസന്മാരെ നേരിടുന്നതിനോ അവരെ വധിക്കുന്നതിനോ അത് ഒരു പ്രയാസമുള്ള കാര്യമല്ല. വിശ്വാമിത്രൻ ജ്ഞാനി മാത്രമല്ലേ, വിശ്വാമിത്രൻ യോദ്ധാവല്ലല്ലോ. യോദ്ധാവ് അല്ലെങ്കിൽ കൂടി തന്റെ കൈവശമുള്ള മന്ത്രങ്ങൾ ആരെയും കീഴ്പ്പെടുത്താനുള്ള ശക്തി അതോ വിശ്വാമിത്രൻ യോദ്ധാവാണ്, വേറെ എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ ഇതിലൂടെ നിർവഹിക്കാം എന്നോ ആഗ്രഹിച്ചായിരിക്കുമോ കൊണ്ടുപോയിരിക്കാൻ സാധ്യത? അവരുടെ ശക്തി വർദ്ധിപ്പിക്കാനാണ് കൊണ്ടുപോയത്. എന്നാലും അവർ ബാല്യകാലത്തിലാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ മാളവിക, എന്താണ് മാളവികയ്ക്ക് അനുകൂലമായി ഈ വിഷയത്തിന് 4 ആയി പറയാനുള്ള വാദം? സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ആയിരുന്നില്ലല്ലോ വിശ്വാമിത്ര മഹർഷി രാമലക്ഷ്മണന്മാരെ യാഗരക്ഷയ്ക്കായി കൂട്ടിക്കൊണ്ടുപോയത്. മറിച്ച് തൻ്റെ കൈവശമുള്ള ദിവ്യാസ്ത്ര സമ്പത്ത് കൊണ്ട് രാമലക്ഷ്മണന്മാരുടെ ശക്തി വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. രാവണാദി രാക്ഷസരെ വധിക്കുന്നതിനു വേണ്ടിയാണ് ദശരഥപുത്രനായ രാമനായി മഹാവിഷ്ണു ഭൂമിയിൽ അവതരിച്ചത് തന്നെ. മനുഷ്യനിൽ നിന്നല്ലാതെ മറ്റാരിൽ നിന്നും തനിക്ക് മരണം സംഭവിക്കരുത് എന്ന വരം രാവണൻ സമ്പാദിച്ചത് കൊണ്ടാണ് ഇപ്രകാരം വേണ്ടി വന്നതും. വെരി നൈസ്, വെരി നൈസ്. നല്ല വ്യക്തമായ നിലപാട്, കൃത്യമായ കാഴ്ചപ്പാട്. യോജിക്കാം വിയോജിക്കാം, പക്ഷേ അത് വളരെ ഭംഗിയോടുകൂടി തന്നെ അവതരിപ്പിച്ചു. എന്താണ് ഇതിന്റെ എതിർവാദം? ബാലകന്മാരായ രാമലക്ഷ്മണന്മാരെ അസുരന്മാരെ കൊല്ലിക്കുന്നത് കൊണ്ട് ഞാൻ യോജിക്കുന്നില്ല. എന്താണ് നിലപാടിന്റെ കാരണം അവർ കുട്ടികളാണ്. അവരുടെ മനപ്പാഠമായ പഠിത്തം കഴിഞ്ഞിട്ട് വേണം അവരെ. ഇല്ല, അവരതും പഠിക്കുന്നില്ലേ? അവരുടെ ജീവിതത്തിൽ അവർ ഈ അസ്ത്രശസ്ത്രങ്ങളെല്ലാം കൊട്ടാരത്തിൽ പഠിക്കുന്നുണ്ട്. എന്നാലും ഇത്രയും ഭീകരന്മാരായ രാക്ഷസന്മാരെ വധിക്കാൻ അവരുടെ ജോലി അതല്ലേ, രാജ്യത്തെ സംരക്ഷിക്കുക. ചെറുപ്പം ബാല്യകാലത്തിലല്ലേ അവർ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോഴേ അവരുടെ ട്രെയിനിങ് തുടങ്ങണ്ടേ? എന്നാലും ചെറിയ രാക്ഷസന്മാരെ കൊന്നുകൊണ്ട് വേണം അവരുടെ കുട്ടി രാക്ഷസന്മാരെ നമ്മുടെ മുമ്പിലോട്ട് കിട്ടുമോ? അങ്ങനെയല്ല. ഒരുപക്ഷെ ഇത്രയും ഭീകരന്മാരോട് ഏറ്റുമുട്ടാൻ തക്ക പ്രാപ്തി അവർക്കുണ്ടോ തുടങ്ങിയ സംശയങ്ങളാണോ? അതെ. അങ്ങനെയാണെങ്കിൽ എന്ത് പറയും? അതായത് ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയും ഭീകരന്മാരായ രാക്ഷസന്മാരെ ഏറ്റുമുട്ടിയാൽ ഒരുപക്ഷെ അവർക്ക് എന്തെങ്കിലും ദോഷം ഉണ്ടാകാൻ സാധ്യതയുണ്ടാകാം. രാമലക്ഷ്മണന്മാരാണെങ്കിലും അവർ കുട്ടികളാണ്. അവതാരങ്ങൾ മനുഷ്യരൂപത്തിൽ വരുമ്പോൾ മനുഷ്യന്മാരുടെ എല്ലാവിധ പ്രശ്നങ്ങളും അവർക്കുണ്ടാകാം. അപ്പോൾ ഈ ചെറിയ കുട്ടികൾക്ക് ഇത്രയും വലിയൊരു മഹാമേരു അല്ലെങ്കിൽ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുക എന്ന് പറയുന്നത് പോലെ ചെയ്യിച്ച ശരിയാണോ? ഭാവിയിൽ രാമലക്ഷ്മണന്മാർക്ക് രാവണനെ വരെ നേരിടേണ്ടതല്ലേ? രാമലക്ഷ്മണന്മാർക്ക് തൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ കിട്ടിയ ഒരവസരമാണ് നമ്മുടെ വിശ്വാമിത്രൻ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ യുദ്ധവിദ്യകൾ മനഃപ്പാഠമാക്കി വെച്ചിട്ട് കാര്യമില്ല. അത് നമ്മൾ ജീവിതത്തിൽ പ്രായോഗികമാക്കിയെങ്കിലേ നമുക്കതിൻ്റെ ആ തന്ത്രങ്ങൾ എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടതെന്ന് അറിയാൻ സാധിക്കൂ. യുദ്ധം പയറ്റാനുള്ളതാണ്, അതാണ് പറയുന്നത്. പക വീട്ടാനുള്ളതാണെന്ന് പറയുന്നത് എന്താണ്? എന്തെങ്കിലും ഒരു മറുപടി കൂടെ എടുത്തു നോക്കാം അവസാനം. കുറേ വർഷങ്ങൾ കാത്തിരുന്നിട്ടല്ലേ ദശരഥന് പുത്രന്മാരുണ്ടായത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ അവരെ മാതാപിതാക്കളിൽ നിന്ന് അകറ്റിയിട്ടുള്ള ഈ പ്രവൃത്തി അത് തെറ്റാണ്. ഇത് ശരിയോ തെറ്റോ ആകാം, പക്ഷേ ഇങ്ങനെയാണ് വാദഗതികൾ ഉയർത്തേണ്ടത്. നമ്മുടെ 2 വളരെ മുതിർന്ന ആൾക്കാരുണ്ട്, രണ്ടുപേരുടെയും ശ്രീകുമാർ സാറിൻ്റെയും ശശിഭൂഷൺ സാറിൻ്റെയും കാഴ്ചപ്പാടുകൾ നമുക്ക് എടുക്കാം. അല്ല, വാസ്തവത്തിൽ ദശരഥന് വലിയ വിഷമമായിരുന്നല്ലോ വിടാൻ. ഗുരു പറഞ്ഞതനുസരിച്ചാണ് അവർ ഇവരുടെ ജന്മത്തിന്റെ ആ ഒരു രഹസ്യം പറഞ്ഞതനുസരിച്ചാണ് ഇവരെ സധൈര്യം വിടുന്നത്. അപ്പം അത് തീർക്കാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഗൈഡ് ചെയ്യാനായിട്ട് ജീവിതത്തിൽ പല ഘട്ടങ്ങളിൽ ചില മുതിർന്ന ആൾക്കാരുടെ അഡ്വൈസ് നമുക്ക് സ്വീകരിക്കാം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എല്ലാം ഒരു പാഠമാണ്. പുരാണത്തിൽ നൽകുന്ന എല്ലാം പാഠങ്ങളാണ്. ശശിഭൂഷൺ സാർ, വളരെ ബോധപൂർവമാണ് ഇങ്ങനെയൊരു രംഗം വിശ്വാമിത്രനെ കൊണ്ട് ഇങ്ങനെയൊരു കൃത്യം ചെയ്യിപ്പിക്കുന്നത്. രാമലക്ഷ്മണന്മാരെ യുവാക്കളാകുന്നതിന് മുമ്പ് അവരെ കൗമാരത്തിൽ തന്നെ അവരെ ബാല്യം അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ തന്നെ അവരെ കൊടുങ്കാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അച്ഛനായ ദശരഥ മഹാരാജാവിന് അനിഷ്ടം ഉണ്ട് എന്നറിഞ്ഞിട്ടും കുലഗുരുവായ വസിഷ്ഠൻ
ഉണ്ട്. ഇത് രാജഗുരുവായ വിശ്വാമിത്രൻ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ആ വിദ്യാർത്ഥിനി പറഞ്ഞ ഒരു പ്രധാന കാര്യം ഞാൻ ആവർത്തിക്കട്ടെ. യുദ്ധം സിദ്ധാന്തം പഠിച്ച് അതിൻ്റെ തിയറി പഠിച്ച് പ്രാവീണ്യം നേടാനുള്ളതല്ല, പയറ്റ് പഠിച്ച് പ്രായോഗിക പരിജ്ഞാനം ആർജിച്ച് ആണ് അവിടെ ജേതാവാകാൻ കഴിയുന്നത്. അതാണ് ആ വിദ്യാർത്ഥിനിയുടെ ഭാഷയിൽ പറഞ്ഞത്. എന്നാൽ മറുവശത്ത് നിന്ന് നമുക്ക് ചോദിക്കാം, ഈ പറഞ്ഞതുപോലെ ഒരു കാര്യം കൂടി പറയാം. രാമൻ മാത്രമാണ് ഇതിൽ അവതാരം. രാമനെ മാത്രമല്ല കൊണ്ടുപോയി, ലക്ഷ്മണൻ അംശാവതാരമാണ്. അംശാവതാരത്തിന് വേണമെങ്കിൽ എന്തെങ്കിലും അപകടം പറ്റിയെന്ന് വരാം. അതായിരുന്നു വാസ്തവത്തിൽ ഇവിടെ പ്രതിവാദം ഉന്നയിക്കുമ്പോൾ പറയേണ്ടിയിരുന്നത്. ഒരു അഭിഭാഷകൻ്റെ കൂട്ട് വേണം എതിർവാദം നടത്തുന്നയാൾ ഒരു ദ്വിവാദത്തിൽ പങ്കെടുക്കേണ്ടത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുക മാത്രമാണ്. ആ വിദ്യാർത്ഥിനി തീർച്ചയായും തന്നാലാവും വണ്ണം വളരെ കൺവിൻസിംഗ് ആയി ആശയങ്ങൾ ഇവിടെ അവതരിപ്പിച്ചു. അത് ഞാൻ സന്തോഷപൂർവ്വം അംഗീകരിക്കുന്നു. അപ്പൊ എന്തായാലും നിങ്ങൾ രണ്ട് ടീമും രണ്ട് ഭാഗത്തു നിന്ന് ഫോർ ആൻഡ് അഗൈൻസ്റ്റ് നന്നായി വാദിച്ചു. ആ വാദങ്ങൾ എങ്ങനെ കണ്ടെത്തുന്നു, അവിടെ നിലപാടുകൾ, പൊസിഷനുകൾ നിങ്ങൾ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ഓൾ ദി ബെസ്റ്റ്, ഡു വെൽ. താങ്ക് യു. ശ്രേഷ്ഠ ഭാരതം. അടുത്ത ദ്വിവാദ മത്സരത്തിനുള്ള ടീമിനെ ക്ഷണിക്കുന്നു. നിങ്ങളുടെ സ്കൂള് പേര്? എൻ്റെ പേര് ഹരിവിനായക് എന്നാണ്. അമൃത സാൻസ്ക്രിറ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പാരിപ്പള്ളി. ലക്ഷ്മി. ആര്യന്തു ഭാരതി വിദ്യാഭവൻ ചേവായൂർ. അനാമിക. ക്ഷത്രിയ കുലാന്തകൻ ഞാനെന്നതറിഞ്ഞീലേ, ശത്രുത്വം നമ്മിൽ പണ്ടു പണ്ടേയുണ്ടെന്നോർക്ക നീ. അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ ബാലകാണ്ഡത്തിൽ പരശുരാമ ഗർഭഭംഗത്തിൽ ഞാനൊഴിഞ്ഞുണ്ടോ രാമനി ത്രിഭുവനത്തിങ്കൽ എന്ന് പരശുരാമൻ ശ്രീരാമദേവനോട് ചോദിക്കുന്നു. തുടർന്ന് വളരെയധികം പരുഷ പദങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹം ശ്രീരാമനെ അധിക്ഷേപിക്കുന്നു. എന്നാൽ മറുത്തൊന്നും തന്നെ ശ്രീരാമൻ പറയുന്നില്ല. ഇത് അതിവിനയമാണോ അതോ ശ്രീരാമന്റെ മഹത്വം വ്യക്തമാക്കുന്ന കുലീനത്വമാണോ എന്നതാണ് ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയ വിഷയം. ഓക്കേ, അപ്പോൾ ആരാണ് തുടങ്ങുന്നത്? ശ്രീരാമദേവന്റെ മഹത്വവും ശ്രീരാമദേവന്റെ മഹത്വമാണെന്നാണ് അഭിപ്രായം. അനുകൂലിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഫോർ ആർഗ്യുമെന്റ് റേസ് ചെയ്യാനായി പ്ലീസ്. ശ്രീരാമദേവന്റെ മഹത്വവും ശ്രേഷ്ഠതയുമാണ് എനിക്കിതിൽ നിന്നും വെളിവാകുന്നത്. മഹേശ്വര ചാപത്തെ ശ്രീരാമൻ ഭഞ്ജിച്ചു എന്ന് കേട്ടപ്പോൾ ഇളകിയ ഭാർഗവരാമനോടാണ് എനിക്ക് യോജിക്കാൻ കഴിയാത്തത്. സ്വതവേ തന്നെ ക്ഷത്രിയാന്തകനായ അദ്ദേഹത്തിന് അയോധ്യ രാജകുമാരന്റെ വിജയം അസഹ്യമായ ഒരു അസ്വാസ്ഥ്യമായി തീർന്നു. ഏതെങ്കിലും ഒരു രാമൻ ഇപ്പോൾ നശിക്കണം എന്നൊക്കെയാണ് പരശുരാമന്റെ വാദം. എന്നാൽ ശ്രീരാമദേവനോ വില്ലുകുലച്ച് ഒരു ബാണം തൊടുത്തിട്ട് പരശുരാമനോട് ചോദിച്ചു, ദയാനിധേ, എൻ്റെ അമ്പിന് ഒരു ലക്ഷ്യം കാണിച്ചു തരണം എന്ന്. ത്യാഗം എന്നതേ നേട്ടം, താഴ്മ താൻ അഭ്യുന്നതി എന്ന് ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞ് മഹാകവി വള്ളത്തോളിന്റെ വരികളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ആ വിനയമാണ് ശ്രീരാമദേവനെ ഉയർച്ചയിലെത്തിച്ചത്. ഒരുപക്ഷെ ശ്രീരാമ ഭക്തനായ ഗാന്ധിജിയെ കുറിക്കുന്ന മനോഹരമായ വരികൾ തന്നെ മഹാകവി ഓർത്തു പാടുകയുണ്ടായി. അത് യഥാർത്ഥത്തിൽ വിനയമാണ്, നന്മയാണ്, ഒരു വ്യക്തിയുടെ ഉള്ളിലെ ഹ്യൂമിലിറ്റിയാണ് എന്നാണ് ഇവരുടെ നിലപാട്. എന്താണ് നിങ്ങളുടെ മറുവാദം? ശ്രീരാമൻ്റെ ഒരു നാട്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ രാമന് ആ പരശുരാമനെ ജയിക്കാം എന്നുള്ളൊരു ആത്മവിശ്വാസം കുറവുള്ളത് കൊണ്ട് മാത്രമാണ് ആ അതിവിനയം രാമന് കാണിച്ചത്. ജയിക്കുമെന്ന വിശ്വാസമുള്ള ഒരാളാണെങ്കിൽ ഇത്രത്തോളം വിനയം കാണിക്കേണ്ട ആവശ്യമില്ല. അതിവിനയം കാണിച്ചത് താൻ തോൽക്കുമോ എന്ന ഭയം കൊണ്ടാണ്. തോക്കുന്നു കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ദേഷ്യം വരാൻ സാധ്യതയുണ്ട്. കാരണം എന്തായാലും ജയിക്കില്ലെന്ന് പറയാം, ദേഷ്യപ്പെടണ്ടേ? അതല്ല, ഇപ്പം ഞാൻ ശ്രമിച്ചു നോക്കാം എന്ന് പറയുന്നതും ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് തോൽക്കുന്ന വ്യത്യാസമല്ലേ? പക്ഷെ അൾട്ടിമേറ്റ് ആയിട്ട് ആരാ ജയിക്കുന്നത്? വിജയിക്കുമെന്നുള്ള വിശ്വാസ കുറവ് കൊണ്ടാണ് ആ വിനയം കാണിച്ചത്. പക്ഷെ പിന്നീട് വിജയിച്ചല്ലോ. വിജയിച്ചു. വിജയിക്കുമോ എന്നുള്ള സംശയം കൊണ്ടാണ്. സംശയമുള്ളവര് ആത്മവിശ്വാസം കാണിക്കാറില്ല. ആത്മവിശ്വാസം കാണിക്കുന്നവര് നിസ്സംശയം അവര് ഇതിനെല്ലാം അതിജീവിച്ചവരാണെന്നാണ് പറയുന്നത്.
ആ രാമന് ആ ജയിക്കാനുള്ള ആത്മവിശ്വാസ കുറവാണ് ആ വിനയമയോടെ കാണിച്ചത്. അങ്ങനെയാണ് വാദം അല്ലേ? അങ്ങനെയാണ് വാദം. ഈ വളരെ ശക്തമായ വാക്കുകളാണ് എതിരാളി ഉപയോഗിച്ചത്. അഭിനയമാണ്, നാട്യമാണ്, ഒരുപക്ഷെ ഭയമാണ്. ഭാർഗവരാമനെ യഥാർത്ഥത്തിൽ ശ്രീരാമചന്ദ്രന് ഉള്ളിൽ സങ്കോചമോ പേടിയോ ഒക്കെയാണ്. അതുകൊണ്ടാണ് വിനയം കാണിച്ചതെന്നാണ് പറയുന്നത്. എങ്ങനെ ഖണ്ഡിക്കുന്നു? ശ്രീരാമന് വേണ്ടിയാണ് വാദിക്കുന്നത്, അതുകൊണ്ട് ശക്തമായി ഖണ്ഡിക്കണം. വിനയം എപ്പോഴും വിജയത്തിലേക്കാണ് കൂടുതലും എത്തിക്കാറ്. അപ്പോൾ ശ്രീരാമദേവന്റെ വിനയം കാരണമാണ് ശ്രീരാമന് വിജയം നേടാൻ കഴിഞ്ഞത്. പക്ഷെ വിനയമല്ലല്ലോ ഒരു യുദ്ധത്തിൽ ഒരാളെ വിജയിപ്പിക്കുന്നത്. ശ്രീരാമദേവന് ആത്മവിശ്വാസം ഉണ്ടെങ്കിലും അത് അത്ര പ്രകടിപ്പിച്ചില്ല, അത് വിനയമായിട്ടാണ് പ്രകടിപ്പിച്ചത്. അല്ല, എന്താ നമ്മുടെ ഇതൊരു റൈറ്റ് ഓർ റോങ് ആൻസേഴ്സ് അല്ല, വാദവും മറുവാദവും. ശരി, അപ്പൊ അടുത്ത ആളിലേക്ക്. നിങ്ങളുടെ ടീമിൽ ശ്രീരാമദേവന്റെ നിലപാടിനോട് അനുകൂലമുള്ള അല്ലെങ്കിൽ അതിനോട് യോജിപ്പുള്ള ആളുടെ ഹരിവിനായകന്റെ നിലപാട്. ശ്രീരാമദേവൻ ചെയ്തത് തീർച്ചയായും ശരിയായ പ്രവൃത്തിയാണ്. അദ്ദേഹത്തിന്റെ വിനയം അദ്ദേഹത്തിന്റെ മഹത്വത്തിനൊരു ഉദാഹരണം തന്നെയാണ്. മാത്രമല്ല, രണ്ടുപേരും മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളാണെന്ന് ഓർക്കണം. യുദ്ധം ചെയ്തിരുന്നെങ്കിൽ ആർക്കും വിജയമുണ്ടാവാതെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകാൻ, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീരാമചന്ദ്രൻ പരശുരാമനെ എതിർക്കാതെ വിനയാന്വിതനായി സംസാരിച്ചത്. പരുഷ വാക്കുകൾ ഉപയോഗിച്ച് ഒരാൾ അപമാനിക്കുമ്പോഴും താന്നു കൊടുക്കുന്നത് വിനയം തന്നെ ആവണമെന്നില്ലല്ലോ, പേടിയായിക്കൂടെ? മൗനം വിദ്വാന് ഭൂഷണം എന്നാണല്ലോ. വളരെ എവിടെയാണ് നമ്മളൊരു സ്പോണ്ടേനിയസ് ആയ മറുവാദം ഉന്നയിക്കുന്നത്. വളരെ നന്നായി ഉന്നയിച്ചു. ശരി, മൗനം വിദ്വാന് ഭൂഷണമാണ്, വിനയം മഹാനുഭൂഷണമാണ്. എന്തിനാവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ യുദ്ധം ചെയ്യുന്നു? ശ്രീരാമന്റെ പാതയല്ലേ നല്ലത്? അധ്യാത്മരാമായണം കിളിപ്പാട്ട് ബാലകാണ്ഡത്തിലെ പരശുരാമ ഗർവഭംഗത്തിൽ ഞാനൊഴിഞ്ഞുണ്ടോ രാമനി ത്രിഭുവനത്തിങ്കൽ എന്ന് പരശുരാമൻ ശ്രീരാമദേവനോട് ചോദിക്കുന്നു. ശൈവചാപം ശക്തിയോടെ മുറിച്ചത് നീയല്ലേ? എൻ്റെ കയ്യിൽ അതിശക്തമായ ഒരു വൈഷ്ണവ ചാപമുണ്ട്. ക്ഷത്രിയ കുലത്തിൽ പിറന്നവനാണ് നീയെങ്കിൽ ഈ വില്ലെടുത്തു കൊലച്ചാൽ നിന്നോട് ഞാൻ യുദ്ധം ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങളെ ഞാൻ കൂട്ടത്തോടെ കൊല്ലും. ഞാൻ ക്ഷത്രിയ കുലാന്തകനാണെന്നറിയില്ലേ? അതിനാൽ നമ്മൾ തമ്മിൽ പണ്ടേ ശത്രുക്കളാണ് എന്നു പറയുന്ന ഒരു പരശുരാമനെ നാം കാണുന്നു. എന്നാൽ ശ്രീരാമദേവന്റെ മറുപടി വളരെ വിനയാന്വിതമാണ്. ശത്രുവെന്നോ മിത്രമെന്നോ ഉദാസീനനെന്നോ ഉള്ള ഭേദചിന്തയോ ശത്രു സംഹാരത്തിനുള്ള ശക്തിയോ എനിക്കില്ല. ഇത് അതിവിനയവും ദൗർബല്യവും നാട്യവുമാണ്. കാരണം ശ്രീരാമൻ നാളെ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി ആവേണ്ട ആളാണ്. അതിവിനയം എന്നത് ഒരിക്കലും ഒരു രാജാവിന് ചേർന്ന ഗുണമല്ല. ഒരു ക്ഷത്രിയനായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് വിനയം പാടില്ല എന്ന് പറയാൻ പാടില്ല. രാജാവിന് വിനയവും ആവശ്യമാണ്. പരശുരാമൻ ക്രോധത്തിന്റെ മൂർത്തിഭാവമായിരുന്നു ആ സമയത്ത്. ശ്രീരാമചന്ദ്രനാണെങ്കിൽ യഥാർത്ഥ മനുഷ്യൻ മര്യാദ പുരുഷോത്തമനായി നിന്ന് കാര്യങ്ങൾ പറഞ്ഞു. ശ്രീരാമൻ ഒരു മര്യാദാ പുരുഷനായിരിക്കാം, എന്നാൽ നേരത്തെ നമ്മുടെ സുഹൃത്ത് പറഞ്ഞതുപോലെ തന്നെ വിനയമാകാം. പക്ഷെ അമിത വിനയമായാൽ അത് ഒരിക്കലും ഗുണകരമാവില്ല. പരശുരാമൻ ദേഷ്യപ്പെട്ടതുപോലെ ശ്രീരാമചന്ദ്രൻ ദേഷ്യപ്പെട്ടിരുന്നെങ്കിൽ അവർ രണ്ടുപേരും തമ്മിൽ വ്യത്യാസമില്ലാതാവില്ലായിരുന്നു. ശ്രീരാമചന്ദ്രൻ വിനയം പ്രകടിപ്പിച്ചത് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി കൂടിയാണ്. ഇങ്ങനെയാണ് അതിന്റെ വാദവും പ്രതിവാദവും പോകുന്നത്. ഏതെങ്കിലും ഒരു പോയിന്റ് വരും, മോള് പറഞ്ഞതിന് യാതൊരു പ്രശ്നമില്ല, പക്ഷെ ഈ കോണ്ടെക്സ്റ്റിനോട് ചേർന്നല്ല. അപ്പോൾ ഒരു ആർഗ്യുമെന്റ് വരും, ആ ആർഗ്യുമെന്റിനെ അതിന്റെ തലത്തിൽ ബീറ്റ് ചെയ്യണം. നമുക്ക് നമ്മുടെ ആദരണീയരായ ശശിഭൂഷൺ സർ. ഇതിൻ്റെ തുടക്കം നനഞ്ഞ വൈക്കോലിൽ തീ പിടിക്കുന്നത് പോലെയാണെങ്കിലും ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴേക്കും ആ നനവൊക്കെ പോയി നന്നായി തീ പിടിച്ചു. അതിന് കാരണക്കാരായ 4 പേരെയും അഭിനന്ദിക്കട്ടെ. പ്രസംഗത്തിൻ്റെ ശൈലി ഭാരതീയ വിദ്യാഭവനിൽ നിന്ന് വന്ന 2 വിദ്യാർത്ഥിനികളും കാണിച്ചു, നന്നായി. എന്നാൽ അമൃത സംസ്കൃത സ്കൂളിലെ വിദ്യാർത്ഥികൾ ആശയങ്ങളുടെ കാര്യത്തിൽ ഒട്ടും പുറകിലായിരുന്നില്ല. 2 സ്കൂളുകളും വിട്ടുപോയ ചില കാര്യങ്ങളെപ്പറ്റി പറയാം. ഒന്ന്, വിനയമെന്ന് പറയുന്നത് ബലവാനും കാണിക്കാം, ദുർബലനും കാണിക്കാം. പക്ഷേ ദുർബലൻ്റെ വിനയം പെട്ടെന്ന് കുറച്ച് കഴിയുമ്പോൾ അത് വ്യക്തമാകും, ദൗർബല്യം കൊണ്ടുള്ള വിനയം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ മര്യാദ പുരുഷോത്തമൻ്റെ ഒരു ലക്ഷ്യം അത് മര്യാദ കാണിച്ചിട്ട് പിന്നെ പുരുഷവീര്യം കാണിക്കുക. ആ വിനയം എന്ന് പറയുന്നതിനകത്ത് അതൊരു മര്യാദ കാണിക്കൽ കൂടി ഉണ്ട്, അത് പറയാനും വിട്ടുപോയി. അതുപോലെ പരശുരാമനെ പറ്റി പറയുമ്പോൾ ദശാവതാരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പരശുരാമൻ ഒരു ആവേശമാണ് എന്ന് പറയുന്ന ഭാഗത്തെപ്പറ്റിയും നിങ്ങൾ അറിയാത്തത് കൊണ്ടാവണം അത് ഉപേക്ഷിച്ചു. ശ്രീകുമാർ സർ, കമന്റ്സ്. ജീവിതത്തിൽ നമുക്ക് ഇത്തരം സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ
നേരെ നമുക്കതിനെ കാണാനായിട്ട് നേരെ അതിൻ്റെ സത്യാവസ്ഥയും അതിൻ്റെ എന്താണ് അതിന് നമ്മൾ സ്വീകരിക്കേണ്ട മാർഗം, നമ്മൾ അവിടെ ദേഷ്യപ്പെട്ടാൽ നമുക്കത് ഗുണകരമാണോ, അത് നമ്മൾ ശാന്തമായിട്ടാണ് ഇരിക്കേണ്ടത്, അതുകൊണ്ട് എന്താണ് നേട്ടം, ദേഷ്യപ്പെട്ടുകൊണ്ട് എന്താണ് നേട്ടം, ഇതൊക്കെ ആലോചിക്കാനൊരു അവസരമാണ് പുരാണത്തിലെ ഓരോ സന്ദർഭവും എന്ന് എനിക്ക് തോന്നുന്നു. രണ്ടുപേരും അസലായിട്ട് അതിനെ നല്ലവണ്ണം ഖണ്ഡിക്കുകയും അനുകൂലിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എല്ലാ ഭാവുകങ്ങളും. വളരെ മികച്ച രീതിയിൽ വാദത്തിൽ അവതരിപ്പിച്ച രണ്ടുപേർക്കും കൺഗ്രാറ്റ്സ്. എന്തായാലും ജീവിതത്തിൽ നല്ല രീതിയിൽ വാദങ്ങൾ അവതരിപ്പിക്കാനും നല്ല വിനയവും നല്ല നയവും നിങ്ങൾക്കെല്ലാം ഉണ്ടാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമ്മൾ മത്സരാർത്ഥികളുടെ എല്ലാ പെർഫോമൻസുകളും അവസാനിച്ചിരിക്കുകയാണ്. ഇനിയും വിധി നിർണയത്തിന്റെ സമയമാണ്. അതിനുവേണ്ടി നമുക്ക് കുറച്ചു നേരം കാത്തിരിക്കാം. അതിനുശേഷം വിധി നിർണയം. ശ്രേഷ്ഠ ഭാരതം. സർവതല സ്പർശിയായി സർവോന്മുഖമായി നമ്മളുടെ കുട്ടികളുടെ ഭാഷയും അറിവും കഴിവും നൈപുണ്യവും എല്ലാം നമ്മൾ വിലയിരുത്തി കഴിഞ്ഞു. ഇതിൽ നിന്ന് 2 ടീമുകളാണ് എലിമിനേറ്റഡ് ആകുക. 2 ടീമുകൾ മുമ്പോട്ട് അടുത്ത റൗണ്ടുകളിലേക്ക് പോകും. പങ്കെടുത്ത എല്ലാ കുട്ടികളെയും ഇങ്ങോട്ട് ക്ഷണിക്കും. വളരെ ആവേശോജ്വലമായ വളരെ കണ്ടന്റ് റിച്ചായ പോരാട്ടമായിരുന്നു നിങ്ങളെല്ലാം മുന്നിൽ കാഴ്ചവെച്ചത്. നമ്മുടെ വിധികർത്താക്കളോട് ഞങ്ങൾക്കും അത് വളരെ വളരെ എനർജൈസിങ് ആയിരുന്നു, എൻലൈറ്റനിങ് ആയിരുന്നു. നമ്മുടെ വിധികർത്താക്കളോട് നമ്മുടെ മാർക്സ്. ഭാരതീയ വിദ്യാഭവനും അമൃത സാൻസ്ക്രിറ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, അത് രണ്ടിൽ ഭാരതീയ വിദ്യാഭവന് ടോട്ടൽ മാർക്സ് 123 ആണ്. അമൃത സാൻസ്ക്രിറ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പാരിപ്പള്ളിക്ക് 98. സോ അതിനകത്ത് അമൃതയാണ് എലിമിനേറ്റ് ആകുന്നത്. അവർ നന്നായി ഫൈറ്റ് ചെയ്തു, എസ്പെഷ്യലി അവസാന റൗണ്ടൊക്കെ നന്നായി വന്നു. അടുത്തൊരു മത്സരത്തിൽ തീർച്ചയായും നിങ്ങൾ കൂടുതൽ വിവരങ്ങളിലേക്ക്. അടുത്തതിൽ ചാത്തന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിന് 110 മാർക്കാണ്. അമൃത വിദ്യാലയം ചെറുതുരുത്തിക്ക് 122. സങ്കടപ്പെടാനൊന്നുമില്ല, വിഷയം രാമായണമാണ്, രാമനാണ്. സോ ആ ഒരു ഇത് മനസ്സിൽ വിചാരിച്ച് നമ്മൾ ഇത്രയും ക്യാരക്ടേഴ്സിനെയും രാമായണത്തിൽ ഇത്രയും ക്യാരക്ടേഴ്സിനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, അതിനെ പഠിക്കാൻ സാധിച്ചു, രാമായണം വായിക്കാൻ സാധിച്ചു എന്നൊക്കെ ഉള്ളത് തന്നെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ആണ് നമ്മുടെ ജീവിതത്തിൽ. നിങ്ങൾക്ക് നല്ലതേ വരുള്ളൂ. ഓൾ ദി ബെസ്റ്റ്. അങ്ങനെ വളരെ നന്നായി പെർഫോം ചെയ്ത് ഇപ്പോൾ വെളിയിലേക്ക് പുറത്തേക്ക് പോകുന്ന ടീമുകൾക്ക് സർട്ടിഫിക്കറ്റും സമ്മാനദാനവും നൽകാനായി നമ്മുടെ വിധികർത്താക്കളെ ക്ഷണിക്കുന്നു. കീർത്തിച്ചിടുന്നതി ശ്രേഷ്ഠമാം ഭാരതേ, കീർത്തിച്ചിടുന്നതി ശ്രേഷ്ഠമാം ഭാരതേ. ഒരു സാംസ്കാരിക ദൗത്യമാണ് ശ്രേഷ്ഠ ഭാരതം. ഈ മനോഹരമായ രാമായണം റിയാലിറ്റി ഷോയിൽ വളരെ ഊർജ്ജത്തോടെയും ആർജവത്തോടെയും നമ്മൾ എല്ലാവരും പങ്കെടുത്തത്. മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. വാൽമീകിയുടെ ആശ്രമം സ്ഥിതി ചെയ്യുന്നത് എവിടെ? മുത്തശ്ശിയോട് ചോദിക്കാന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ എടുക്കുന്നുണ്ടോ ഇല്ലേ? പെട്ടെന്ന് പറയണം, ടൈം പോയിക്കൊണ്ടിരിക്കുകയാണ്. എടുക്കുന്നുണ്ടോ ഇല്ലേ? ഇല്ലെങ്കിൽ ഞാൻ ലോക്ക് ചെയ്യാണ്. ജന്മമൃതി സുഖ ദുഃഖാദികളുണ്ടു, നിർമ്മലന്മാർ ജീവനെന്നു ചൊല്ലുന്നതും. ഇങ്ങനെയുള്ള ഭാഗങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഗുരുനാഥന്മാരോടോ അറിവുള്ള കുടുംബത്തിലെ തന്നെ മുതിർന്ന അംഗങ്ങളോടോ ചോദിച്ച് ഒന്ന് മനസ്സിലാക്കാൻ ഒരു ശ്രമം നടത്തണം. വിവസ്വാന്റെ പുത്രൻ മനുവാണ് ആദ്യത്തെ അയോധ്യാധിപൻ. വിശ്വവിശ്രുതരായ അനേകം ഭൂപാലന്മാർ, ഇക്ഷ്വാകു, ത്രിശങ്കു, യയാതി, അജൻ, അജപുത്രനായ ദശരഥൻ. നമ്മുടെ വേഷഭൂഷാദികളോടൊപ്പം വോയിസ് യൂസ് ചെയ്യുന്ന ഡയലോഗ്, ഭാവങ്ങളൊക്കെ എല്ലാവരും ജനറലി നന്നായിരുന്നു. പക്ഷേ 1-2 കാര്യങ്ങളിൽ കുറച്ച് ആ ചടുലത, മൂവ്മെന്റിലൊക്കെ കുറെ കൂടെ ശ്രദ്ധിക്കാമെങ്കിൽ ഇതിനെക്കാട്ടി നന്നാവും. ജന്മമൃതി സുഖ ദുഃഖാദികളുണ്ട്,
നിർമ്മലന്മാർ ജീവനെന്നു ചൊല്ലുന്നതും. Costume courtesy for Nitya Das, Ethnic Weaves. Accessories for Nitya Das, Alfonsa.